നമ്മളൊരു ദൂരയാത്രയ്ക്ക് പോവുകയാണ്. കുറേ അടുത്ത ദിവസത്തെ, അതായത് നമ്മൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. നമ്മളൊരു ദൂരയാത്രയ്ക്ക് പോവുകയാണ്. കുറേ നാളുകൊണ്ടേ വിചാരിച്ചിരിക്കുകയാണ് പോകണമെന്ന്. എനിക്ക് തോന്നുന്ന അനിയത്തിയുടെ കല്യാണത്തിന് നമ്മൾ പോയതാണ് ക്ഷേത്രത്തിൽ. ഗുരുവായൂരാണ് ഇത്തവണ പോകുന്നത്. അപ്പോൾ അന്ന് പോയതാണ്. അതിനുശേഷം നമുക്ക് പോകാൻ പറ്റിയില്ല. അന്ന് എനിക്ക് അകത്തേർ തൊഴുവാനും പറ്റിയില്ല. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ഒരാഴ്ചയ്ക്ക് മുമ്പേ ടിക്കറ്റൊക്കെ എടുത്ത്, പക്ഷേ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മോനോടൊരു നല്ല പനിയായിരുന്നു. ദാണ്ട മോനോടൊരു നല്ല പനിയായിരുന്നു തലേദിവസം രാത്രി. ഇന്നിപ്പം കുഴപ്പമൊന്നുമില്ല. ഇത് ഷൂ ഇടാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലാണ്. അവ ഈ പറയണ ഷൂ ഇട്ട് കൊടുക്കണം. അതാണെങ്കിൽ നനഞ്ഞുരിക്കണം. അപ്പം പനി ആയതുകൊണ്ട് നല്ല കെയർ ചെയ്താണ് കൊണ്ടുപോകണത്. ലിപ്സ്റ്റിക് ഇടുന്നതാ? ലിപ്സ്റ്റിക് ഇടുന്നത് എന്തിനാണ്? സുന്ദരിയാവേ. ആ വലിയ കുട എല്ലാം കൂടെ ചുമക്കാൻ പറ്റൂല. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ വർഷം ഗുരുവായൂർ വെച്ചാണ് നടത്തിയത്. അപ്പോൾ അതിൻ്റെ മേക്കപ്പ് ഞാനായിരുന്നു. ഫാമിലി ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അകത്ത് കയറി തൊഴുവാൻ അന്ന് പറ്റിയില്ല. അന്നേ ഞാൻ വിചാരിച്ചതാണ് അടുത്ത മാസം തന്നെ, അത് കഴിഞ്ഞ് പറഞ്ഞ നെക്സ്റ്റ് മന്ത് തന്നെ എനിക്ക് കണ്ണനെ പോയി കാണണമെന്ന്. കാരണം കാണാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ അന്ന് നടന്നില്ല. കുറേ മാസത്തെ ഒരു ആഗ്രഹമാണ് കണ്ണനെ കാണാൻ പോകണമെന്ന്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മഴയെ പറഞ്ഞുതരാം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ കുടുംബ വീട്ടിലോട്ട് വന്നു. അച്ഛനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ റെഡി ആയിട്ടില്ല, ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടെ വന്നു. ഞാൻ ആകെ കൂടെ കണ്ണനെ കാണാൻ പോയിട്ടുള്ളത് 4 പ്രാവശ്യമാണ്. അതിൽ 2 പ്രാവശ്യമാണ് എനിക്ക് കണ്ണനെ കാണാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ 2 പ്രാവശ്യം കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എപ്പോൾ പോയാലും എനിക്ക് തടസ്സങ്ങൾ കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. പൈസയുടെ കാര്യത്തിലാണെങ്കിലും, ചിലപ്പോൾ ഡേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും, ചിലപ്പോൾ പീരീഡ്സിൻ്റെ ആ ഒരു ടൈം വെച്ച് നോക്കുമ്പോഴാണെങ്കിലും പല കാര്യങ്ങളിലും എനിക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ചിലപ്പം എൻ്റെ മൈൻഡ് തന്നെ പറയും വേണ്ട എന്ന് തോന്നിയിട്ടുണ്ട്. തടസ്സങ്ങളായിരുന്നു. ഈ മാസം ആയപ്പോഴത്തേക്കും അമ്മയുടെ മാമൻ്റെയും, ഇവർ 2 സഹോദരങ്ങളാണ്. അപ്പോൾ ഇവർ 2പേരുടെയും ഒരു റിലേറ്റീവ് മരിച്ചു. അപ്പോൾ അതിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാനുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ അനിയൻ്റെ അടുത്ത് പറഞ്ഞു ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് പോവാം, റിട്ടേണും കൂടെ എടുക്കാൻ പറയാം. അങ്ങനെ അമ്മ അവിടെ കിടന്ന് അലയ്ക്കുന്നുണ്ടായിരുന്നു. ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, എന്തിന് ടിക്കറ്റ് എടുക്കണം, അമ്മ അല്ലാതെ ടിക്കറ്റൊക്കെ അല്ലാതെ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാതൊക്കെ അമ്മ പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ എക്സ്പീരിയൻസിൽ അമ്മ പറഞ്ഞു വേണ്ട എന്തിന് എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു അല്ല വെക്കേഷനൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് സംഭവിച്ച കാര്യങ്ങൾ. മോനോട്ടിന് പനിയായിരുന്നു, പോരാതിന് പെരുമഴയായിരുന്നു. ടിക്കറ്റ് എടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ആ ഡേറ്റ് മാറ്റി വെച്ചിരുന്നേനെ. കാരണം ഈ പെരുമഴയത്ത് നമ്മൾ പോവില്ല എന്ന് തന്നെ വിചാരിച്ചേനെ. പിന്നെ ടിക്കറ്റ് എടുത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഡേറ്റിന് തന്നെ പോവാന്ന് വിചാരിച്ചത്. തലേ ദിവസം മോന് പനി സ്റ്റാർട്ട് ചെയ്തു. ഈ പോണേന്റെ തലേദിവസം പൊരിഞ്ഞ പനി. അങ്ങനെ ഞാനും അമ്മയും പറഞ്ഞില്ല, നമ്മൾ വരണില്ല, അവർ പോയിട്ട് വരട്ടെന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ ഒരു ദിവസം പോയിട്ട് വരാന്ന്. പിന്നെ ഒരു ദിവസം എന്ന് പറയാൻ കണക്കിലാണ്. നടക്കുന്നു എനിക്ക് ഒരു പ്രതീക്ഷയില്ല. കാരണം സ്കൂൾ തുറക്കും, ശനി ഞായറും അവന് ലീവ് ഉള്ളൂ, എനിക്ക് ലീവില്ല. നടക്കൂല എന്നുള്ളൊരു മൈൻഡ് തന്നെയായിരുന്നു. എപ്പോഴെങ്കിലും നടന്നാലായി എന്നുള്ള രീതിയിൽ. അങ്ങനെ മാമിയെ വിളിച്ച് പറയും മാമി നിങ്ങളൊക്കെ പോയിക്കോ, നമ്മൾ വരണില്ല എന്ന് പറയും. അപ്പം മാമിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. കാരണം പോണേൻ്റെ അന്ന് രാവിലെ വിളിച്ചാണ് മാമനെയും വിളിച്ച് പറയുന്നത്. അപ്പം മാമ ഓടിക്കൊണ്ടൊന്ന് വീട്ടിലൊക്കെ വരികയൊക്കെ ചെയ്ത് നോക്കൊച്ചിനെ കാണാനൊക്കെ വന്ന്. മാമിക്കും സങ്കടം, എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടല്ലേ ഇരുന്നത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും. അങ്ങനെ ഞാൻ അന്ന് രാവിലെ എനിക്ക് വർക്കുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് എനിക്ക് ടെൻഷൻ, കൊണ്ടുപോകാൻ പറ്റുമോ, കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ, നമ്മൾ പ്ലാൻ ചെയ്തതല്ലേ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ കയറി ഞാൻ കാണിക്കുന്ന എല്ലാ അബദ്ധങ്ങളായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, മാമിയോട് പറഞ്ഞെങ്കിൽ നമുക്ക് നോക്കാം, കുഞ്ഞിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഉച്ചവരെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അവൻ്റെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ കാണുമ്പം അവന് ഒട്ടും വയ്യെങ്കിൽ നമുക്കറിയാൻ പറ്റും. അവനിനി എന്തെങ്കിലും വരാൻ പോകണോ എന്ന് വയ്യായിക ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അവൻ ഒന്ന് അണങ്ങിയിരിക്കും. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്ക് അങ്ങനെ എനിക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും അമ്മയ്ക്കും അവൻ്റെ രീതികളെല്ലാം അറിയാം, അവൻ്റെ സ്വഭാവങ്ങളെല്ലാം അറിയാം. അങ്ങനെ ഉച്ചവരെ നോക്കിയപ്പോൾ അമ്മ വിളിച്ച് പറയും. അപ്പം ഞാൻ വർക്കിന് നിൽക്കുകയാണ്. ഇല്ല കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോവാം, അവൻ ഓക്കെയാണ്, ഇവിടെ കളിച്ച് ചാടിയൊക്കെ മറിഞ്ഞൊക്കെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് സത്യം പറഞ്ഞൊരു സമാധാനമായി. ഈ വെക്കേഷൻ സമയത്ത് മോനോട്ടിനെ കൊണ്ട് എങ്ങോട്ടും പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പോവാന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും പറഞ്ഞു, തന്നെയൊക്കെ പറഞ്ഞു എടി കുഴപ്പമില്ല, ഇതൊക്കെ ഓരോരോ പരീക്ഷണങ്ങളായിരിക്കും കൃഷ്ണൻ്റെ, അവൻ അവിടെ പോകുമ്പോൾ ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അതേപോലെ തന്നെയായിരുന്നു, അവന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മളെല്ലാം ഫുൾ സെറ്റോട് കൂടിയാണ് പോയത് കേട്ടോ. മരുന്ന്, കുറുക്ക് എല്ലാം കംപ്ലീറ്റ് സെറ്റോട് കൂടിയാണ് പോയത്. ടവല്, കമ്പിളി, അവന് വേണ്ടിയിട്ടുള്ള എല്ലാം നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്താണ് കൊണ്ടുപോയത്. പിന്നെ മോനുടെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ 1 മണിക്കൂറോളം ബസ്സിൽ യാത്ര ചെയ്താണ് അവിടെ എത്തിയത്. അപ്പോഴത്തേക്കും അവന് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കുറുക്കാണ് എടുത്തത് അമ്മ. അപ്പോൾ ഈ കുറുക്ക് കഴിക്കാനൊക്കെ പനിയുള്ള സമയം ഭയങ്കര മടിയാണ്. പിന്നെ എങ്ങനെയൊക്കെ ഈ ട്രെയിനൊക്കെ, അവൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ് കേട്ടോ, എൻ്റെ 2ാമത്തെ ട്രെയിൻ യാത്രയും. അതുകൊണ്ട് തന്നെ ട്രെയിൻ കണ്ട് തന്നെ കുറുക്കും കുടിച്ചു, മരുന്നും കുടിച്ചു.
അപ്പം അതിലൊന്നും ഒരു ടെൻഷനും ഇല്ലായിരുന്നു. കാരണം നമ്മൾ വിളിപ്പിക്കാതെ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് വീട്ടിൽ വെച്ച് കൊടുക്കാതിരുന്നത്. വീട്ടിൽ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനില്ല എന്നുണ്ടെങ്കിൽ അവൻ കുടിക്കും, അമ്മയുടെ കൂടെയാണെങ്കിൽ കുടിക്കും. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ വന്ന് കൊടുത്തത് കേട്ടോ. അങ്ങനെ ട്രെയിനിൽ കയറി. ഇതൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. കാരണം ട്രെയിനും ഒക്കെയാണ്, കുഴപ്പമില്ല, നല്ല അടിപൊളി വൃത്തിയാണ്. നമ്മൾ കയറുന്നതിന് മുമ്പ് 10 മിനിറ്റ് മുമ്പ് അവർ ക്ലീനിങ് ആൾക്കാർ വന്ന് ക്ലീൻ ചെയ്ത് സെറ്റായിരുന്നു. പക്ഷേ എനിക്ക് തലവേദന സഹിക്കാൻ വയ്യാതെ ഞാനും അമ്മയും കൂടെ ചായ വാങ്ങിച്ചു കൊടുത്തു. ലോകത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ചായ ഇതാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും ഞാൻ ചായ കുടിക്കുമ്പോഴത്തേക്കും ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിച്ചു കുടിച്ച ചായയുടെ ഓർമ്മയാണ് എനിക്ക് അങ്ങ് തികട്ടി വരും വയറ്റിൽ. ഇനി എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചായ കുടിക്കത്തില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും അപ്പം നമ്മൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ട്രാവൽ എക്സ്പെൻസ് വളരെ കുറച്ച് വേണം യാത്ര ചെയ്യാനെന്ന്. അപ്പോൾ നമ്മൾ രാത്രിയിലത്തെ ഫുഡൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിരുന്നു. പിന്നെ സ്നാക്സ് എല്ലാം നമ്മൾ കുറേ വീട്ടിലൊക്കെ ഇരുന്ന സാധനങ്ങളൊക്കെയാണ് എടുത്തത്. മാക്സിമം ചിലവ് കുറച്ചുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തത് കേട്ടോ. പക്ഷേ വലിയ എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ് തന്നെ, റിട്ടേൺ ടിക്കറ്റ് തന്നെ 350 ആയിട്ടുള്ളൂ ഒരാൾക്ക്. റിട്ടേൺ എടുത്തത് ഈ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ടാണ് റിട്ടേൺ എടുത്തത്. ചിലപ്പോൾ സീറ്റ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. മോനുടനെയും കൊണ്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കര റിസ്ക്കാണ്, അതുകൊണ്ടാണ് റിട്ടേണും കൂടി നമ്മൾ എടുത്തത്. പിന്നെ ഇതിന് മുമ്പ് നമ്മൾ ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല, തീവണ്ടിയിൽ ഈ ട്രെയിനിൽ യാത്ര ചെയ്തു എന്ന് പറയുന്നത് ഈ സിനിമയിൽ നമ്മൾ കാണാതിരിക്കുന്ന സീറ്റ് ഉണ്ടല്ലോ, സെപ്പറേറ്റ് അതിലായിരുന്നു. എൻ്റെ പൊന്നെ എന്തൊരു വേദനയായിരുന്നു അറിയാമോ. അതും തൃശ്ശൂർ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാനും ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു, ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ പോയതാണ്. അന്നത്തോടു കൂടി എനിക്ക് മതിയായി, അങ്ങനത്തെ ഒരു സീറ്റ് ഞാൻ ഇരിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോഴേ ഞാൻ വീട്ടിൽ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങനത്തെ സീറ്റ് പറ്റത്തില്ല, അതുകൊണ്ട് സെറ്റ് കണക്കിരിക്കുന്ന സീറ്റ് ആണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല എന്ന് പറയും. പിന്നെ സ്ലീപ്പറും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ലീപ്പർ കിട്ടിയില്ല, നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി സ്ലീപ്പർ കിട്ടാത്തതുകൊണ്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് അനിയ സ്ലീപ്പർ ബുക്ക് ചെയ്തു. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നിരുന്നാലും രാവിലെ എണീറ്റ് തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മോനൂട്ടനാണെങ്കിൽ ഒരു 10-11 മണിയായിട്ടാണ് എണീറ്റത്. അതുകൊണ്ട് അവന് വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഉറക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് വാങ്ങിച്ചിരുന്നില്ല, പുറത്തുനിന്നൊന്നും ഫുഡ് വാങ്ങിച്ചില്ല, വീട്ടിൽ നിന്നുള്ള ഫുഡാണ് കൊണ്ടുവന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് നമ്മൾ ട്രാവൽ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടി. എല്ലാവരും ഇരുന്ന് നടുവൊക്കെ വാങ്ങിച്ചപ്പോൾ പതുക്കെ പോകാൻ തുടങ്ങി കേട്ടോ. പിന്നെ മോനൂട്ടന് വീട്ടിൽ കിടന്ന 4 സ്പൈഡർമാനെ കൂടെ അമ്മ എടുത്ത് വെച്ചു. അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇതെന്തായാലും കൊള്ളാം, നല്ല കാര്യമാണല്ലോ, അത്രയും മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്കും ആൾക്കല്ലെന്നുണ്ടെങ്കിൽ ബോറടിക്കും, അതുകൊണ്ടാണ് അമ്മ ഇത് എടുത്ത് വെച്ചത്. അത് പക്ഷെ എന്തായാലും നല്ല കാര്യമായി. ഈ യൂട്യൂബിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പൈഡർമാനും അതും ഇതൊക്കെ ഇടിക്കണതും കൊല്ലണതും ചവിട്ടണതും ഒക്കെയാണ് കാണുന്നത്. അപ്പം ഇത്രയും സ്പൈഡർമാനെയൊക്കെ എടുത്ത് വെച്ചിട്ട് അവൻ എന്തിനാണ് അതാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു രാത്രി ഒരു 8-8:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഫുഡ് എല്ലാവരും വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. എല്ലാവരും ദോശയായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞില്ല നമ്മൾ ദോശയാണ് കൊണ്ടുവരുന്നത്, പക്ഷേ മാമിയും ദോശ തന്നെ കൊണ്ടുവന്നത്. രണ്ട് കൂട്ടരും ദോശയാണ് കൊണ്ടുവന്നത്. ചമ്മന്തി പല ഐറ്റം ചമ്മന്തി ആയിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് കാണുന്നത്. ഉണ്ട ചമ്മന്തി ഉണ്ടായിരുന്നു, കലക്ക ചമ്മന്തി ഉണ്ടായിരുന്നു, പൊടി ചമ്മന്തി ഉണ്ടായിരുന്നു, ദോശ ചമ്മന്തി എന്ന് പറയും, അതുണ്ടായിരുന്നു. പിന്നെ ആഹാരമൊക്കെ കഴിച്ചപ്പോഴത്തേക്കും ഞാൻ വീണു കേട്ടോ. എന്നറിയാൻ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഉറക്കത്തിൻ്റെ ക്ഷീണം ഉള്ളത് കൊണ്ടാണ്. മോനോട്ട് ഒരു വിധത്തിൽ ഉറങ്ങാൻ വേണ്ടി വിളിച്ചപ്പോൾ അവൻ വന്നില്ല. പിന്നെ ഞാൻ കിടക്കേണ്ടി വന്നു. എനിക്കാണെങ്കിൽ നടു ഇച്ചിരി വേദന തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ അവിടെ തന്നെ കിടന്നു. ബസ്സൂട്ട് അവിടെ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ ഒരു ബഹളം വന്നിരുന്നു. പിന്നെ നിൽക്കട്ടെന്ന് ഞാനും വിചാരിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ചു തിരുവനന്തപുരത്തെ മഴ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഗുരുവായൂർ നല്ല മഴയായിരിക്കും എന്ന് വിചാരിച്ചു. കാരണം ഈ ഇടയ്ക്ക് വാട്സപ്പിൽ ഇൻസ്റ്റയിലും ഒക്കെ ഗുരുവായൂർ നല്ല വെള്ളപ്പൊക്കമായിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നല്ല മഴയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ അത്രയും മഴ ഗുരുവായൂരിൽ ഇല്ലായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിൽ അത്ര ഇല്ലായിരുന്നു. നമ്മൾ ട്രെയിനിൽ കയറി വിട്ട് സ്ഥലങ്ങളിലോട്ടായിരുന്നു മഴ. അത്രയും അത് ഒരുപാടൊന്നും ഇല്ലായിരുന്നു, ചെറുതായിട്ട് ചാറ്റൽ മഴ പോലെ, അല്ലാതെ ഒരുപാട് ശക്തമായിട്ട് നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ. മോനുടെ പനിയും മഴയും കൂടി ആയപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് കാറ്റൊക്കെ അടിക്കുന്ന രീതിയാണ് മങ്കി ക്യാപ്പൊക്കെ വെച്ചിരുന്നത് കേട്ടോ. നല്ല രീതിയിൽ സൂക്ഷിച്ചാണ് ഞങ്ങൾ കൊണ്ടുപോയത്. 12 കാലായപ്പോൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ മോട്ട് നല്ല ഉറക്കമായതുകൊണ്ട് കുറച്ച് ദൂരം ഞാൻ എടുത്തുകൊണ്ട് നടന്നു. പിന്നെ അനിയന്റെ കയ്യിലോട്ട് കൊടുത്തു. കുറച്ചൊന്ന് കിണിങ്ങിയെങ്കിലും പിന്നെ കുഴപ്പമില്ലായിരുന്നു. വേറെ ആരുടെ കയ്യിലും പൊള്ളില്ല. പിന്നെ അച്ചുമായിട്ട് ഭയങ്കര കൂട്ടാണ്, അതുകൊണ്ടാണ് പിന്നെ കുറേ നേരം അവൻ്റെ കയ്യിൽ തന്നെ അങ്ങ് ഇരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും പേരുമായിട്ട് നമ്മൾ ഇത്രയും ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് പോയപ്പോഴത്തേക്ക് ഏട്ടനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇതിന് മുമ്പ് ഗുരുവായൂർ അമ്പലത്തിൽ വന്നപ്പോൾ ഏട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഇല്ലാത്തപ്പം എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നി. പിന്നെ സാധാരണ ഏട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് എടുക്കാനാണെങ്കിലും കുഞ്ഞിനെ നോക്കാനാണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഏട്ടൻ ഉണ്ടെങ്കിൽ പിന്നെ മോനോട്ട് എൻ്റെ കയ്യിൽ
വരില്ല, ഏട്ടൻ്റെ കയ്യിലേ ഇരിക്കത്തുള്ളൂ. ഭയങ്കര കൂട്ടാണ് അവർ തമ്മിൽ. ഗുരുവായൂർ അമ്പലത്തിൽ വൈശാഖ മാസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ഈ ഇടയ്ക്കാണ് കേട്ടോ അറിയണത്. നല്ല തിരക്കാണെന്നും വൈശാഖ മാസം തൊഴുന്നത് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്നും കഥകളുണ്ടെന്നും വിശ്വാസങ്ങളുണ്ടെന്നും ഒക്കെ അറിയണത് ഞാൻ ഇപ്പോഴാണ്, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഞാൻ ഇപ്പോഴാണ് ഇത് അറിയുന്നത്. നമ്മളിപ്പോൾ കറക്റ്റ് ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിലെത്തി, ഗുരുവായൂർ അമ്പല നടയിലെത്തി കേട്ടോ. ഇപ്പൊ ഒരു 12:45 ആ ടൈം ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരൊറ്റ മനുഷ്യർ രാത്രി കിടന്ന് ഉറങ്ങുമെന്ന് എനിക്ക് സംശയമാണ്. ക്ഷേത്രത്തിലുള്ളവരാണെങ്കിലും പുറത്ത് ഈ കടകളിലൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കിടന്ന് ഉറങ്ങുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. കാരണം ഇപ്പോഴും ആ കടകളെല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് എന്താണ് ക്ഷേത്രത്തിലോട്ട് പോകാനുള്ള തിരക്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പോക്കും വരവും എപ്പോഴും തിരക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇനിയിപ്പോൾ നമുക്കൊരു റൂമാണ് വേണ്ടത്. റൂം ഒരു കുഞ്ഞുള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റൂം എടുക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ പോരാത്തതിന് നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിട്ട് വന്നിട്ട് നമുക്കൊന്ന് കിടക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെഡ് വേണ്ടേ എന്ന് നമ്മൾ ചിന്തിച്ചാണ് എടുക്കുന്നത്. അതല്ല ഒറ്റയ്ക്കാണ് വരണമെന്നുണ്ടെങ്കിൽ, 2 പേര് ഒരുമിച്ചാണ് വരണമെന്നുണ്ടെങ്കിൽ റൂമിൻ്റെ ആവശ്യമില്ല. അവിടെ നമുക്കിപ്പോൾ 6 പേരാണുള്ളത്. അപ്പോൾ 6 പേർക്ക് അവിടെ നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ ഒരു ചേട്ടൻ്റെ ഫ്രണ്ടിലോട്ട് കണ്ണിന് മുമ്പിലാണ് നമ്മൾ ചാടിയത്. അപ്പോൾ ചേട്ടൻ പറയും, അപ്പോൾ ചേട്ടൻ ഈ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ വിളിച്ച് പറയുന്ന, റൂമുണ്ടെന്ന് പറയുന്ന ഒരു ചേട്ടനായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറയുന്നത് 6 പേർക്കും കൂടി ഒരു റൂം പോസിബിൾ അല്ല, എന്നിരുന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു 1000 രൂപയ്ക്ക്. പക്ഷെ ഒരാൾക്ക് 100 സംതിങ് രൂപയേ ആവുന്നുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു ശരി, എങ്കിൽ നമുക്കതായാലും മതി എന്ന് പറയും. കാരണം ഇനിയും ചാർജ് കുറവുള്ള റൂമുകളൊക്കെ കിട്ടും എന്നാണ് എൻ്റെ ഊഹം. പക്ഷേ ഇത്രയും പേരും കൂടി ആ ഒരു സാധനങ്ങളും തൂക്കി കുഞ്ഞിനെ കൊണ്ട് പോകുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലാത്തത് കൊണ്ട് പിന്നെ നമ്മൾ ആ റൂം എടുത്തു. എന്നാലും നമുക്ക് വലിയ നഷ്ടം വരുന്നില്ല. അങ്ങനെ ആണ് ഒരാൾക്ക് 100 സംതിങ് ഒക്കെ അല്ലേ ആവുന്നുള്ളൂ. അങ്ങനെ നമുക്ക് റൂം കിട്ടി. സത്യത്തിൽ ഒരു പൈസയും കൊടുക്കാതെ തന്നെ നമുക്ക് ഫ്രഷായി സാധനങ്ങൾ ലഗേജൊക്കെ വെച്ചിട്ട് നമുക്ക് അമ്പലത്തിൽ കയറി തൊഴുവാൻ പറ്റും. അത് നമ്മുടെ ക്ഷേത്രത്തിന് അടുത്തായിട്ട് ഉള്ള ബാത്റൂമും ക്ലോക്ക് റൂമും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബെഡോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ റൂം എടുത്തത്. അതല്ലാതെ ഇപ്പോൾ വാഷ് ചെയ്ത് കുളിച്ച് ഫ്രഷായി ഒക്കെ ഇറങ്ങണതിന് ഒരു 100 രൂപ കൊടുത്താൽ മതിയാവും. വേറൊരു സ്ഥലമുണ്ട്, നമ്മൾ വരുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ. ഒരുപാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ റേറ്റ് നല്ല വ്യത്യാസമുള്ള റൂമുകളൊക്കെ കിട്ടും. പിന്നെ നമ്മൾ അത്രയും നോക്കി നടന്നിരുന്നില്ല. പിന്നെ ഒരുപാട് പേര് നിലത്ത് കിടന്നിട്ട് രാവിലെ എണീറ്റ് അമ്പലക്കുളത്തിൽ പോയി കുളിച്ച് ക്ഷേത്രത്തിലോട്ട് കയറുന്നവരുണ്ട്. ഈ ക്ഷേത്ര പരിസരത്ത് നിലത്ത് ഒരുപാട് പേര് കിടക്കും, പ്രായമേറിയവരും സ്ത്രീജനങ്ങളും ഒരുപാട് പേര്. സ്ത്രീകൾ തന്നെ എത്ര പേരുണ്ടെന്നറിയാമോ. ഇന്ന് എൻ്റെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. നാളത്തെ ആ ഒരു ക്ഷേത്ര ദർശനവും കാര്യങ്ങളും തിരിച്ചു പോക്കും എല്ലാം വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും, പാർട്ട് 2 ആയിട്ട്. കാരണം ഇതല്ലെങ്കിൽ ഒരുപാട് ലോങ് ആയി പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.